പ്രാണസേദം വശേ സർവം ത്രിദിവേ യത് പ്രതിഷ്ഠിതം മാദേവപുത്രാൻ രക്ഷസ്വ ശ്രീശ പ്രജ്ഞാംശ വിദേഹിനായി. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രാണസേദം വശേ സർവം. എല്ലാത്തിലും പ്രാണൻ നിഹിതമായിരിക്കുന്നു. പ്രാണനാൽ എല്ലാം സ്വാധീനം ചെയ്തിരിക്കുക. ത്രിദിവേയത് പ്രതിഷ്ഠിതം. 3 ലോകങ്ങളിലും ഇത് പ്രതിഷ്ഠിതമാണ്. 3 ലോകങ്ങളും ഈ പ്രാണനിൽ പ്രതിഷ്ഠിതമാണ്. മാദേവപുത്രാൻ രക്ഷസ്വ ശ്രീശ പ്രജ്ഞാംശ വിദേഹിനായി. മാതാവ് എങ്ങനെയാണോ പുത്രനെ സംരക്ഷിക്കുന്നത്, അതുപോലെയാണ് പ്രാണൻ നമ്മെ സംരക്ഷിക്കുന്നത്. ശ്രീശ പ്രജ്ഞാംശ വിദേഹിനായി. തൻ്റെ പ്രജ്ഞയെ ഉദ്ദീപിപ്പിക്കുന്നതിന്, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാണനോട്. അല്ലയോ പ്രാണ, നിനക്ക് പ്രണാമം. യോഗവിദ്യയിൽ പ്രാണനെ ഉപാസിച്ചുകൊണ്ടാണ് നാം കൈവല്യം പ്രാപിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉപരതി ഉണ്ടാകണം. ആ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഉപരതി ഉണ്ടാകുന്നത്? ബാഹ്യത്തെ അവലംബിക്കാതിരിക്കുമ്പോഴാണ്. ബാഹ്യാനാലംബനം പരിശീലിക്കണമെന്നാണ്. അനാലംബനം എന്ന് പറഞ്ഞാൽ ബാഹ്യത്തെ അവലംബിക്കാതിരിക്കുക. താൻ തന്നെ അവലംബിക്കണം, മറ്റുള്ളതിനെ അവലംബിക്കരുത്. മറ്റുള്ളതിനെ അവലംബിച്ചാൽ നമ്മുടെ നിലനിൽപ്പ് ബുദ്ധിമുട്ടാണ്. സദാസമയവും നാം നമ്മെ തന്നെ അവലംബിക്കുന്നതിന് വേണ്ടി യോഗ ഗുരുക്കന്മാർ യോഗ സാധനയെ പറയുന്നു. അതാണ് സദാഗതി. സദാസമയവും ഗതിയെടുക്കുന്നവനായിരിക്കണം. ഗതിയെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാണനെ ഉള്ളിലേക്കെടുത്ത് അതിനെ ഊർധ്വഗമിത്വം കൊടുക്കുന്ന തരത്തിലുള്ളതായ തികച്ചും ആന്തരികമായ സാധനയെയാണ് സദാഗതി എന്ന് പറയുന്നത്. അത് അനവരതമാണ്. അത് എപ്പോഴെങ്കിലുമല്ല. അതുകൊണ്ടാണ് സദാഗതി എന്ന് പറയുന്നത്. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹനെ കാണുന്നതിന് വേണ്ടി അവസാനം കൃഷ്ണൻ ഉൾപ്പെടെ പാണ്ഡവരും മാതാക്കളും മറ്റു ഋഷിമാരും ദേവഗണങ്ങളുമൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവസാനം പറയുന്നത് ഭീഷ്മപിതാമഹൻ അവസാനത്തെ ഗതി എടുത്തു എന്നാണ് പറയുക. അപ്പോൾ ഭാഗവതത്തിലും പുരാണ സംബന്ധിയായിരിക്കുന്ന ഭാഗവതത്തിലും യോഗവിദ്യ കാണാം. എന്ന് പറഞ്ഞാൽ ഭീഷ്മപിതാമഹൻ യോഗിയാണെന്നർത്ഥം. ചില സാഹചര്യ സംബന്ധങ്ങളെ കൊണ്ട് കുടുംബാംഗങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അതും എന്തുകൊണ്ടാണെന്നൊക്കെ ഭീഷ്മർ പറയുന്നുണ്ട്. ഇന്നിന്ന കാരണങ്ങളെ കൊണ്ട് എനിക്ക് കൗരവപക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു എങ്കിലും കൃഷ്ണനോടുള്ള ഭഗവത് ഭക്തിക്ക് ഭീഷ്മർക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല. പലപ്പോഴും യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഭഗവാൻ കൃഷ്ണനെ വന്ദിക്കുന്നതിന് വേണ്ടി ആ പാതാരബന്ധങ്ങളിലേക്ക് അസ്ത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പുഷ്പാർച്ചന പോലെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല.
ശത്രുമിത്ര ഭേദമെന്നെ യുദ്ധം ചെയ്തവരാണ് ഇവരൊക്കെ, ഭീഷ്മരും അർജുനനൊക്കെ. ഒരുപക്ഷെ ദുര്യോധനനുണ്ടാകുമായിരിക്കാം ശത്രുക്കളും മിത്രങ്ങളൊക്കെ. പക്ഷെ ഭീഷ്മർക്കറിയാം ഇതൊക്കെ അനിവാര്യമാണ്, ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ തികച്ചും ഒരു യോഗഭാവത്തിൽ ആയിരിക്കുന്നത് കൊണ്ടാണ് ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഗതിയെടുക്കുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് ഉപരതി ഉണ്ടാകുമെങ്കിൽ മാത്രമാണ് നമുക്ക് നേരെ ചൊവ്വേ നിവർന്നു നിൽക്കുവാൻ കഴിയുള്ളൂ. അത് പ്രാണൻ്റെ ഗതിയാണ്. നമ്മുടെ പ്രാണനിപ്പോൾ അധോഗമിച്ചുകൊണ്ടിരിക്കുന്നു, അപാനനെ കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപാനൻ നമ്മെ എങ്ങോട്ടാണ് നയിച്ചു കൊണ്ടുപോകുന്നത്? മരണത്തിലേക്കാണ്. അപ്പോൾ മരണത്തിൽ നിന്ന് മുക്തി പ്രാപിച്ച് അമൃതത്വത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ പ്രയാണം ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രാണനെ ഉപാസിക്കണം. പ്രാണനെ ഉപാസിക്കാത്തത് കൊണ്ടാണ് ശരീരം വെടിയുന്ന സമയത്ത് ആവശ്യമില്ലാത്ത വിക്രിയകളൊക്കെ കാണിച്ച് ഭയന്ന് മലമൂത്രങ്ങളൊക്കെ വിസർജിച്ച് മരിക്കുന്നത്. അത് മരണമാണ്. മറിച്ച് എന്താണ് വേണ്ടത്? യോഗസമാധി പുൽകണം. അതിന് ഉത്കൃഷ്ടമായിട്ടുള്ളൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് അത് വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താതെ മറ്റ് ജീവികൾ മരിക്കുന്നത് പോലെ മരിക്കുക. ഇതൊരു കഷ്ടമാണ്. വിവേകമില്ല എന്നേ പറയാൻ പറ്റുകയുള്ളൂ. പരമാവധി സമയങ്ങൾ വേണ്ടവണ്ണമുള്ള യോഗസാധനയെ അനുഷ്ഠിച്ച് നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച് കളയാതെ തൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ജീവൻ്റെ ഉദ്ഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. പരോപകാരം പുണ്യമാണ്, പരപീഡനം പാപവുമാണ്. പക്ഷേ യോഗനില കൈവരിച്ചിരിക്കുന്നതായ ഗുരുക്കന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുണ്യവും വേണ്ട, പാപവും വേണ്ട. അപ്പോളോ പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പലരും ഇറങ്ങിത്തിരിക്കുന്നത്. പുണ്യവും വേണ്ട, പാപവും വേണ്ട എന്ന് നിശ്ചയിക്കുന്നവൻ പുണ്യകർമ്മത്തിൽ ഇറങ്ങി പുറപ്പെട്ടവരെക്കാൾ കൂടുതൽ ലോകസംഗ്രഹം നിരപേക്ഷമായി അനുഷ്ഠിക്കുന്നവരാണ്. പാപപുണ്യങ്ങൾക്കപ്പുറത്താണ്, ധർമാധർമ്മങ്ങൾക്കപ്പുറത്താണ് അത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് നടുനില സ്വീകരിക്കണം. എപ്പോഴും ഒരു വശത്തേക്ക് ചാഞ്ഞു നിൽക്കുവാൻ പാടില്ല. അത് പക്ഷപാതമാണ്. പക്ഷപാതം ആധ്യാത്മികതയ്ക്ക് യോജിച്ചതല്ല, നിരപേക്ഷമായിരിക്കണം. നമ്മളൊരു പക്ഷത്തിലും ഇരിക്കുന്നില്ല. അതുകൊണ്ട് പ്രാണൻ്റെ ഗതി എന്ന് പറയുന്നത് സുഷുമ്നയിലൂടെയാണ്. സുഷുമ്ന മധ്യഭാഗത്താണ് ഇരിക്കുന്നത്. സൂര്യാഭാ തന്മധ്യേ തടിത്കോടി സമാമൃണാള തന്തസൂക്ഷ്മ കുണ്ഡലിനി തത്ര തമോവൃത്തി തദ്ദർശനാത് സർവപാപനിവൃത്തി എന്നാണ്. ബ്രഹ്മരന്ധ്രം പര്യന്ത സുഷുപ്ന സൂര്യാഭാ തന്മധ്യേ തടിത്കോടി സമാമൃണാള തന്തസൂക്ഷ്മ കുണ്ഡലിനി തത്ര തമോവൃത്തി തദ്ദർശനാത് സർവപാപനിവൃത്തി. മൂലാധാരം മുതൽ ബ്രഹ്മരന്ധ്രം വരെ പരിലസിച്ചിരിക്കുന്നതായ സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായ സുഷുമ്ന നാഡി, തന്മധ്യേ അതിൻ്റെ മധ്യത്തിലായി കോടിമിന്നൽ പിണർ പോലെ വർത്തിക്കുന്നതായ കുണ്ഡലിനി ശക്തി പ്രവഹിക്കുന്നു. അതിൻ്റെ ദർശനത്താൽ എല്ലാ അജ്ഞാനങ്ങളും നശിക്കുന്നു, സർവ്വപാപങ്ങളും നശിക്കുന്നു എന്നാണ്. അല്ലാതെ പുണ്യകർമ്മം ചെയ്തിട്ടല്ല പാപം നശിക്കുന്നത്.
ഇത് മണ്ഡല ബ്രാഹ്മണോപനിഷത്ത് പറയുന്നതാണ്. മണ്ഡല ബ്രാഹ്മണോപനിഷത്ത് ഋഷി ഇങ്ങനെയാണ് അതിനെപ്പറ്റി ഉദ്ഘോഷണം ചെയ്യുന്നത്. തീർത്ഥസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട്, അന്നദാനം നടത്തിയത് കൊണ്ട്, ക്ഷേത്ര ദർശനം നടത്തുന്നത് കൊണ്ടും, 1000 കോടി മന്ത്രങ്ങൾ ജപിച്ചതുകൊണ്ടും അവന് കൈവല്യം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. ആര് പറയുന്നു? മുനിമാർ, യോഗികൾ. അവരെന്താ പറയുന്നത്? കുണ്ടലിനി ദർശനമാണ്. അത് പ്രാണാപാന സമീകരണം കൊണ്ടുണ്ടാകുന്നതാണ്. ദീർഘമായിട്ടുള്ളതായ പ്രാണോപാസന കൊണ്ടാണ് അത് സാധിക്കുന്നത്. അപ്പോൾ നമുക്കത് കുറച്ച് ഇന്ന് പരിശീലിക്കാം. എന്നിട്ട് ധ്യാനം കിട്ടുമോ എന്ന് നോക്കുക. നിവർന്നിരിക്കുക. ആദ്യം സാധാരണ പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ് എന്നൊക്കെ സാധാരണ പറഞ്ഞു പോരുന്നതായ ഒരു പ്രാണവിധിയെ നമുക്ക് ശീലിക്കാം. ആദ്യം ഇത് നാസികാമുദ്രയാണ്. ഈ 2 വിരൽ ചേർന്നിരിക്കുക. ഇതിങ്ങനെ പിടിക്കും. നട്ടെല്ല് നിവർന്ന് ഇരിക്കുന്നു. വലതു മൂക്ക് അടയ്ക്കുക. തള്ളവിരലുമുണ്ട്. വലതു മൂക്ക്. ഓം. അപ്പോൾ നമ്മൾ ഇടത് നാസികയിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തു. അതിനുശേഷം ശ്രദ്ധിക്കുക, ഇടത് നാസികയും ശ്രദ്ധിക്കുക, വലത് നാസികയും ശ്രദ്ധിക്കുക. ഇനി ഇടത് നാസിക അടയ്ക്കുക. മോതിര വിരൽ കൊണ്ട് ഇടത് നാസിക അടയ്ക്കുക. വലത് കയ്യിൽ തന്നെ നാസികാ മുദ്ര പിടിക്കുക. പ്രീതി. വലത് കൈ, ഇടത് മോതിര വിരൽ, ഇടത് നാസിക അടയ്ക്കുക. ഓം. ഇപ്പോൾ ഇരു നാസികയും തുറന്നു. ആദ്യത്തെ പോലെയല്ല ഇപ്പോൾ. ചന്ദ്രാനുലോമ പ്രാണായാമം, സൂര്യാനുലോമ പ്രാണായാമം. വലത് മൂക്കിലൂടെ വലത് മൂക്കടച്ച് ഇടത് നാസികയിലൂടെ ബ്രീത്ത് ചെയ്യുന്നത് ചന്ദ്രാനുലോമ പ്രാണായാമം. ഇടത് നാസിക അടയ്ക്കുക. വലത് കൈ. ഓം. ഇപ്പോൾ ഇരു നാസികാദ്വാരങ്ങളും ശരിയായിട്ട് തുറന്നു. ഇപ്പോൾ ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നത് വളരെ സുഖകരമായിട്ടാണ്, അനായാസമായിട്ടാണ്, അല്ലേ? ഒന്ന് തുറന്നില്ലേ? ഇനി ഇരു നാസികകളിലൂടെയും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. കൈ വേണ്ട. ഓം. ഇപ്പോൾ നാം ചെയ്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതായ ഒരു ക്രിയ, അത് വളരെ ശക്തമായിട്ടാണ് ചെയ്തത്. ക്ലെൻസിങ് ദ നോസിൽസ്
ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റംസ് ശുദ്ധമാക്കുക. ശരീരത്തിൽ ധാരാളം മാലിന്യങ്ങളുണ്ട്. ശ്വാസകോശങ്ങളിൽ മാലിന്യമുണ്ട്, കഫമുണ്ടാവും, കൊഴുപ്പുണ്ടാവും. ശ്വാസലോമികകൾ മിക്കവാറുമൊക്കെ അടഞ്ഞാട്ടിയിരിക്കും. അപ്പോൾ ശരിയായ രീതിയിൽ പ്രാണസേചനം ശരീരത്തിൽ നടക്കുകയില്ല. ഓക്സിജനേഷൻ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടക്കുകയില്ല. അശുദ്ധമായ രക്തത്തെ ശുദ്ധീകരിക്കുന്നതിന് ഏറ്റവും നല്ല ഉപായം പ്രാണായാമം, സാത്വികമായിട്ടുള്ള ഭക്ഷണം, ശുദ്ധമായ വെള്ളം കുടിക്കുക, കലർപ്പൊന്നുമില്ലാതെ. ശരീരം ശുദ്ധമായിക്കൊള്ളും. നാഡീശുദ്ധിയാണ്. പ്രാണായാമത്തിലൂടെ നാഡീശുദ്ധി വരുത്തണം. നാഡികളാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത്. നാഡികളിൽ പ്രാണൻ്റെ ശക്തി കുറഞ്ഞാൽ ശരീരാവയവങ്ങൾ പ്രവർത്തിക്കാതെയാവും. അപ്പോൾ അത് തമോ ഗുണമായി മാറുന്നു. അതിന് ചേതന ഉണ്ടായിരിക്കുകയില്ല, ചൈതന്യം കുറയും. ചൈതന്യം കുറയാതിരിക്കുന്നതിന് വേണ്ടി പ്രാണചൈതന്യത്തെ ആവാഹിക്കുക. സമസ്ത പ്രപഞ്ചവും ആഭാസിതമായിരിക്കുന്നത് പ്രാണചൈതന്യം കൊണ്ടാണ്. അത് ചേതനയാണ്. അതുകൊണ്ട് അനുഭവത്തിൻ്റെ മണ്ഡലത്തിലിരിക്കുന്നതും തികച്ചും ശാസ്ത്രീയവുമായിരിക്കുന്നതായ യോഗവിദ്യയുടെ ഭാഗമാണ് പ്രാണവിദ്യ എന്നറിയുക. അത് അഗ്നിവിദ്യ കൂടിയാണ്. നമ്മൾ ഹോമം ചെയ്തപ്പോൾ അഗ്നിയാണ് ഉപാസിച്ചത്. അത് ബാഹ്യമാണ്. ഈ അഗ്നി ആന്തരികമായി വർത്തിക്കുന്നത് പ്രാണാഗ്നിയായിട്ടാണ്. അത് മനസ്സിലാക്കണം. എങ്ങനെയാണോ നാം ബാഹ്യത്തിൽ കണ്ട അഗ്നിയിലേക്ക് സമിത്തുകളെ അർപ്പിച്ചത്, അപ്പോൾ അത് ആഹ്ലാദപൂർവ്വം ജ്വലിക്കുന്നതായി കണ്ടു. ശ്രേയശ്ച പ്രയശ്ച സ്വാഹ, പ്രസീത പ്രസീത, പ്രസാദിച്ചാലും പ്രസാദിച്ചാലും എന്ന് അഗ്നിദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ സമിതികളൊക്കെ അർപ്പിക്കുന്നത്. നാം നമ്മുടെ മുന്നിൽ കിട്ടുന്നതായ ഭോഗ്യവസ്തു അന്നം, ആ അന്നത്തെ ഭുജിക്കുന്നതിന് മുമ്പ് നാം പ്രാർത്ഥന ചെല്ലുന്നു. അന്നത്തെ നാം ഒരു സമിത്തായിട്ടാണ് കാണുന്നത്. അത് ആഹുതി ചെയ്യുകയാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. എന്നിട്ടാണ് നാം അതിനെ ഭുജിക്കുന്നത്. അതെവിടേക്കാണ് പോകുന്നത്? പ്രാണനിലേക്കാണ്, പ്രാണാഗ്നിയിലേക്ക് സമർപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു യജ്ഞമാണ്. നമ്മുടെ ഉള്ളിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ ആ പ്രാണൻ, ആ ആന്തരിക പ്രാണൻ, ആ അഗ്നിയിലേക്ക് നാം നമ്മുടെ ഭോഗ്യവസ്തുവിനെ അർപ്പിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ വൈശ്വാനര അഗ്നി സന്തോഷിക്കുകയും അതിന് ഉപശമനമുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ വിശപ്പ് മാറും. പ്രസീത പ്രസീത എന്ന് പറയുന്നത് പോലെ ആരാണോ ഇതിനെ ഭുജിച്ചത് അവൻ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. കാരണം വിശപ്പടങ്ങി ആനന്ദമുള്ളവനായിത്തീരുന്നു. അപ്പോൾ തൻ്റെ ഉള്ളിലിരിക്കുന്നതായ വൈശ്വാനര അഗ്നി ആര് ഇതുപോലെ ഇണക്കി വെച്ചു? ഏത് നിയമത്താലാണ്? അത് മാത്രം അല്ലല്ലോ, അതോടൊപ്പം തന്നെ വെളിയിൽ അതിനെ ഉപശമനം ചെയ്യത്തക്ക തരത്തിൽ ഭോഗ്യവസ്തുക്കളെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. ഇതാര് ഇണക്കി വെച്ചു? ബാഹ്യവും ആഭ്യന്തരവുമായിരിക്കുന്നതായ ഇത്തരം മൂല്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഹോതാവ് ആനന്ദമുള്ളവനായി തീരുന്നു. എന്തൊരു വിദ്യയാണ് ഇത്! കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ?
ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു വറ്റ് നമുക്ക് കളയാൻ സാധിക്കില്ല. മറ്റ് ജീവികൾക്ക് നമുക്ക് കൊടുക്കാം, അത് ഭൂതബലിയാണ്. പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെയുള്ള ഭൂതബലി അർപ്പിച്ചുകൊണ്ട് വേണം നാം നമുക്ക് ലഭ്യമായ സമിത്തിനെ തന്നിലേക്ക് തന്നെ ബലിയർപ്പിക്കുവാൻ. നമുക്ക് ലഭിച്ച സമിത്തിനെ തന്നിലേക്ക് തന്നെ ബലിയർപ്പിക്കുവാൻ. അപ്പോൾ ഇതിനെ ആകവെ നോക്കുമ്പോൾ ഹോമം ചെയ്യുമ്പോഴും, അതായത് യജ്ഞം ചെയ്യുമ്പോഴും, പ്രാണനെ ഉപാസിക്കുമ്പോഴും, പരമമായ അറിവിനെ സംബന്ധിച്ച് സംവേദനം നടത്തുമ്പോഴും ഇതിലൊക്കെ ഒരു യജ്ഞമുണ്ട്, ഒരു ബലിയുണ്ട്. പരമമായ അറിവിലേക്കുള്ള ഒരു ആഹുതി ചെയ്യലാണ് സത്സംഗം എന്ന് പറയുന്നത്. പരമമായ അറിവിന് വേണ്ടി ഉപാസിക്കുമ്പോൾ നാം നമ്മെ അർപ്പിക്കുന്നത് ആ പരമമായ അറിവാകുന്ന അഗ്നിയിലേക്കാണ്. ഇത് ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇതിനെ ഇതേപോലെ ഉപയോഗിച്ചില്ല എങ്കിൽ എന്താ പ്രയോജനം? പ്രയോജനമില്ല. ഒരു ജന്മം മുഴുവനും പറഞ്ഞാലും പഠിച്ചാലും തീരാത്ത മാതിരി അറിവിൻ്റെ ഒരു സാഗരത ഇണക്കി വച്ചിരിക്കുന്നതായ ഗുരുക്കന്മാർ അങ്ങനെയുള്ള ഗുരുക്കന്മാർ വാസ്തവത്തിൽ പരിതപിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ലോകരിത് അറിയുന്നില്ലല്ലോ, അറിയുവാനുള്ള ജിജ്ഞാസ അവർ കാണിക്കുന്നില്ലല്ലോ എന്ന് അവർ പരിതപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ ക്ലേശങ്ങളെയും ഒഴിവാക്കത്തക്ക തരത്തിൽ നാം നമ്മുടെ സാധനയെ സാധ്യമാക്കി തീർക്കുന്നത്. ഇപ്പോൾ നാം ചന്ദ്രാനുലോമ പ്രാണായാമം ചെയ്തു, സൂര്യാനുലോമ പ്രാണായാമം ചെയ്തു. ഇതെല്ലാം നാഡീശുദ്ധിയാണ്. ശരീരത്തിലുള്ളതായ ഏറ്റവും കുറഞ്ഞത് 72,000 നാഡികളെ, അത്രയൊന്നും അല്ല ഉള്ളത്, 72,000 നാഡികളെ ചുരുക്കി 72 നാഡികളായിട്ട് പറയുകയും അങ്ങനെയുള്ള 72 നാഡികളിൽ നിന്നും വരുന്നതായ രാഗവിസ്താരങ്ങളുണ്ട്. 72 മേളകർത്ത രാഗങ്ങളെപ്പറ്റി കർണാടക സംഗീതം പറയുന്നു. ഓരോ രാഗങ്ങളും വരുന്നത് ഓരോ ചക്രങ്ങളിൽ നിന്നാണ്. ഇതെല്ലാം ഇൻ്റഗ്രേറ്റഡാണ്. ഒന്നൊന്നിനോട് പരസ്പര പൂരകമായിട്ടുള്ളതായ സർവസമാശ്ലേഷിയായിരിക്കുന്നതായ ശാസ്ത്രമാണ്. ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഉൾപ്പെടാത്തതായ ഒരു ശാസ്ത്രവുമില്ല. സർവ്വതും അതിൽ മുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ബ്രഹ്മവിദ്യ അത് സർവവിദ്യ പ്രതിഷ്ഠിതമാണ് എന്ന് പറയുവാൻ കാരണം ഇതിനെങ്ങനെയാണ് നമ്മളിലേക്ക് ആവാഹിക്കേണ്ടത്? മൗനമായിരുന്നുകൊണ്ട് തന്നെയാണ്. സ്വസ്ഥമായിട്ടിരിക്കുക, നിവർന്നിരിക്കുക. എന്നിട്ട് തൻ്റെ ശ്വാസഗതിയെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാദങ്ങളെ ശ്രദ്ധിക്കുക. കണങ്കാലുകൾ ശ്രദ്ധിക്കുക.
calf muscles, kneecaps, buttock muscles relax, abdomen, relax your hands, ദീർഘമായി ശ്വാസമെടുക്കുക. പതിയെ പുറത്തേക്ക് വിടുക. Inhale, exhale, inhale, exhale. ശ്വാസത്തെ സൂക്ഷ്മമാക്കുക. ശരീരത്തിന് ബലം കൊടുക്കരുത്. എല്ലാ പേശികളെയും അയച്ചിടുക. നാസികാഗ്രത്തിലൂടെ ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നു. നാസികാഗ്രം എന്ന് പറയുന്നത് ഇത് നാസിക പുച്ഛമാണ്. ഇത് നാസികയുടെ ബാഹ്യഭാഗമാണ്. നാസികാഗ്രം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. തന്തു സൂക്ഷ്മ കുണ്ഡലിനി, താമര നൂല് പോലെ സൂക്ഷ്മമായത്. അതിസൂക്ഷ്മമാണ്. താമര നൂല് പോലെ, അതിനേക്കാൾ സൂക്ഷ്മമാണ്. താമര നൂലിനെ 1000 വിഭജിച്ചാൽ എത്രയുണ്ടാവും? അതുപോലെ പ്രാണനെ സൂക്ഷ്മമാക്കണമെന്നാണ്. അപ്പോൾ ശരിയായ സാധനയിലേക്ക് വരുന്നതിന് ഉള്ള തയ്യാറെടുപ്പ് പോലും അതിസൂക്ഷ്മമാണ്. ഇത് സാധാരണ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കുന്നതായ യോഗ പരിപാടിയല്ല. ഇത് മുനികുലങ്ങൾ യോഗമുനിമാർ സ്വായത്തമാക്കിയതും ഉപദേശിക്കുന്നതുമായ യോഗവിദ്യയുടെ പാരമ്പര്യത്തിലുള്ളതായ നിർദ്ദേശങ്ങളാണ്. ഇതിനെ ഉപാസിക്കത്തക്ക തരത്തിലുള്ള യോഗ്യത നമ്മൾ നിത്യ അനുഷ്ഠാനം കൊണ്ട് സമ്പാദിക്കേണ്ടതാണ്. അപ്പോൾ നാസികയുടെ ബാഹ്യമായ ഇടത്തു നിന്നും പ്രാണനെ ഉള്ളിലേക്ക് എടുത്ത് സൂക്ഷ്മമാക്കി ഭ്രൂമധ്യത്തിൽ അത് സ്പർശിക്കണം. ഭ്രൂമധ്യമെന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമുക്ക് തൊടാൻ കഴിയുന്നതെങ്കിലും ഇതിൻ്റെ ഉള്ളിലാണ്. അത് യോഗികളുടെ ഹൃദയഭാഗം ആണ്. യോഗവിദ്യയിൽ ഹൃദയം എന്ന് പറയുന്നത് ആന്തരികമായ ഭ്രൂമധ്യമാണ്. അവിടേക്ക് പ്രാണനെ എടുത്തുകൊണ്ട് എത്ര സമയം ഇരിക്കാമോ അത്രയും സമയം ഇരിക്കണം.
മിക്കവാറും യോഗസാധനയിലേക്ക് താല്പര്യമുള്ള നല്ലൊരു സാധകൻ ആണെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു സ്വരലയം വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇരിക്കണം. അപ്പോഴാണ് ഈ ശരീരവും മനസ്സും പ്രാണനും ഏകീഭവിച്ച് ആന്തരികമായ ഒരു സുഖം അനുഭവപ്പെടാൻ തുടങ്ങുകയുള്ളൂ. ആന്തരികമായ ആ സുഖം അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് യോഗസാധനയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് തന്നെ. സാധനയിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ബോഡി മൈൻഡ് ഹാർമണി ത്രൂ ദിസ് പ്രാണായാമ വി ആർ ഹാർമണൈസിങ് അവർ ബോഡി ആൻഡ് മൈൻഡ്. അവിടെ ഒരു ലയം ഉണ്ടായിരിക്കും. അതിന് നമുക്ക് സുഖമായിട്ടുള്ളതായ ഒരു ഇരിപ്പിടം ഉണ്ടായിരിക്കണം. അതിനെയാണ് ആസനം എന്ന് പറയുന്നത്. ആസനസ്ഥനായിട്ടിരിക്കുക, അത് സുഖകരമായിരിക്കണം, അത് സ്ഥിരമായിരിക്കണം. അതുകൊണ്ട് പതഞ്ജലി മഹർഷി പറയും, ആസനത്തെ നിർവചിക്കുന്നതിന് സ്ഥിരസുഖമാസനം. ഇരിക്കുമ്പോൾ അതിന് സ്ഥിരതയുണ്ടായിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് സുഖമുണ്ടായിരിക്കണം. അങ്ങനെ സ്ഥിരതയും ദൃഢതയും സുഖകരവുമായിരിക്കുന്നതായ ഒരു ഇരിപ്പ്, അങ്ങനെയുള്ളതായ ഇരിപ്പ് സാധ്യമായി തീരുവാൻ വേണ്ടിയിട്ടാണ് യോഗസാധന അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ഇരിപ്പിടം സ്വസ്ഥമായാൽ മാത്രമാണ് ഒരു യോഗസാധകന് ശരിയായ രീതിയിലുള്ള പ്രാണായാമം അനുഷ്ഠിക്കുവാൻ കഴിയുകയുള്ളൂ, ധ്യാനം ശീലിക്കുവാൻ കഴിയുകയുള്ളൂ. ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. എന്താണ് ആ ശൂന്യത? അത് ധ്യാനം കൊണ്ട് സംഭവിക്കുന്നതാണ്. എല്ലാ വിഷയങ്ങളും ഇല്ലാതായിത്തീരുന്നു. വിഷയായത് സമിതോ ജുഹോമി. ഞാൻ എൻ്റെ എല്ലാ വിഷയങ്ങളെയും സമത്തായി സങ്കല്പിച്ചുകൊണ്ട് ഇതാ അഗ്നിയിലേക്ക് ഹോമിച്ചിരിക്കുന്നു. അതുപോലെ ആന്തരികമായിട്ടുള്ളതായ എല്ലാ വിഷയങ്ങളും, എല്ലാ മനോവ്യാപാരങ്ങളും തൻ്റെ പ്രാണാഗ്നിയിലേക്ക് ഹോമിക്കുന്നതായ ഒരു പ്രോസസ്സാണ് യോഗസാധന. അതാണ് കൈവല്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളതായ യോഗ പദ്ധതി. കേവലതയാണ് കൈവല്യം എന്ന് പറയുന്നത്. കേവലത്വം. ആത്മാവ് കേവലനാണ്, അത് സ്വതന്ത്രനാണ്, അത് ഒന്നിനും വിധേയമല്ല, എന്നാൽ എല്ലാം അതിന് വിധേയമാണ്. അങ്ങനെ ഏതൊരു വ്യക്തിയും ഒന്നിലും വിധേയമാകാതെ എല്ലാം തന്നിൽ വിധേയമായി ഇരിക്കത്തക്ക തരത്തിലുള്ളതായ യോഗ്യത സംഭവിക്കുമ്പോഴാണ്, അഥവാ സമ്പാദിക്കുമ്പോഴാണ് ഉപരതി എന്ന് പറയാൻ കഴിയുള്ളൂ. ഒരു സാധകനുണ്ടായിരിക്കേണ്ടുന്നതായ ഒരു യോഗ്യതയാണ് ഉപരതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല, എത്രയോ വലിയൊരു കാര്യമാണ്. എന്തിനാണ് അധികം അറിയുന്നത്? ഇത്രയും അറിഞ്ഞാൽ പോരെ മുന്നോട്ട് പോകുവാൻ? ഇതറിഞ്ഞവൻ എന്തു വേണം? മൗനമായി എവിടെയെങ്കിലും ഒരു ഇടം കണ്ടെത്തി അവിടെ ഇരിക്കുക മാത്രമേ പാടുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ. ഗുരു പറയുന്നില്ലേ, അല്ലെങ്കിൽ കർമ്മം ചെയ്തങ്ങ് അസംഗനായി ഇരിക്കുക, ഇതല്ലാതില്ല ഒന്നും ചെയ്തിടാൻ. എന്താണ് ആ കർമ്മം? അത് സ്വധർമ്മം മാത്രമാണ്, പരകർമ്മമല്ല.
പരകർമ്മം ചെയ്ത് അസ്വസ്ഥനാകാതെ സ്വധർമ്മം ചെയ്ത് ആനന്ദം അനുഭവിക്കുക. ജിജീവിഷേശതം സമാഹ. ഇന്ന് നമ്മൾ ഈശാവാസ്യോപനിഷത്ത് നമ്മൾ പാരായണം ചെയ്തു. 1000 സംവത്സരങ്ങൾ ജീവിക്കട്ടെ എന്നാണ്. പ്രണവമുണർന്ന് പുറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. നമുക്ക് ഇങ്ങനെയുള്ളതായ സാധനകൾ സ്വയം അനുഷ്ഠിച്ച് അതിനെ പ്രാപിക്കുവാനുള്ളതായ കഴിവില്ല എങ്കിൽ പിന്നെ ചെയ്യാനുള്ള ഒരു മാർഗം, ഈ മാർഗത്തിൽ സഞ്ചരിച്ച് നമ്മെ മുന്നോട്ട് നയിക്കുന്ന, നമ്മുടെ മുന്നേ ഗമിച്ചു പോകുന്നതായ മുനിജനങ്ങളെ സേവിക്കാനാണ് ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. അവർ പ്രണവമുണർന്നവരാണ്. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നേണമറിവായി ഇതിനെന്ന യോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നേരണമറിവായി. ഉണരരുത്, ലൗകികമായ വിഷയങ്ങളിലേക്ക് ഉണരരുത്. ഉറങ്ങിടാതിരുന്നീരണമറിവായി, അറിവിൽ ഉണർന്നിരിക്കുവാൻ കഴിയണം. ഇതിനെന്ന യോഗ്യനെന്നാൽ, ഓ ഞാൻ എന്നിലേക്ക് നോക്കിയപ്പോൾ എനിക്കിതൊന്നും കഴിയുന്നില്ലല്ലോ ദൈവമേ, ഞാൻ ഒത്തിരി ആവശ്യതകൾ അനുഭവിക്കുന്നുവല്ലോ, എനിക്കൊത്തിരി ക്ലേശങ്ങൾ ഉള്ളവനായി മാറിയിരിക്കുന്നുവല്ലോ, ഗുരു പറയുന്നത് പോലെ ഒന്നും എനിക്ക് ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ, പക്ഷേ ഞാൻ മോക്ഷത്തിന് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നു, ഞാനൊരു മോക്ഷാർത്ഥിയാണ്. അങ്ങനെയുള്ളവരോട് നാരായണ ഗുരു കാരുണ്യപൂർവ്വം പറയുകയാണ്, ഇതിനെന്ന യോഗ്യനെന്നാൽ പ്രണവമുണർന്ന പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. പ്രണവമുണർന്നിരിക്കുന്നതായ മുനിജനങ്ങളുണ്ട്, അവരെ സേവിക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക? അവരുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നു, അനുഗ്രഹം ഉണ്ടാവുന്നു. നമ്മൾ വീടുകളിലിരിക്കുന്നത് പോലെ അല്ലല്ലോ ഗുരുകുലത്തിൽ ചെന്ന് ഒരു ഗുരുവിൻ്റെ കൂടെ ജീവിക്കുന്നത്. ഗുരു പൂർണ്ണപ്രജ്ഞനാണ്. അവർ ഉണ്ണുന്നതും ഉടുക്കുന്നതുമെല്ലാം ലോകസംഗ്രഹത്തിനാണ്. അവരെ കൊണ്ട് ശാന്തി ഉണ്ടാവുന്നു, സമാധാനം ഉണ്ടാവുന്നു. അവരെന്താണ് ചെയ്യുന്നത്? അവരൊന്നും ചെയ്യുന്നില്ല. അവർ കർത്തൃത്വമില്ലാതെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ഓരോ ചലനങ്ങളും, ഓരോ നോക്കും, ഓരോ വാക്കും ശാന്തിദായകമാണ്. അവർ നമ്മെ വീക്ഷണം കൊണ്ട് അനുഗ്രഹിക്കുന്നു. അവർ നമ്മെ സ്പർശിച്ച് അനുഗ്രഹിക്കുന്നു. അവർക്ക് പറയുവാനുള്ളത് ഭദ്രമായ വാക്കുകളെ മാത്രമാണ്. അതുകൊണ്ട് ഗുരുവിനെ സേവിച്ച് നമുക്ക് ജീവിക്കുവാൻ ഇടയുണ്ടാകുമ്പോൾ ഭദ്രമായ വാക്കുകളെ കേൾക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നു. അത് ഇന്നപ്പോൾ എന്നുള്ള സമയമില്ല, രാവും പകലുമാണ്. എല്ലാ ഇരവും എല്ലാ പകലുകളും ഒരേ ഒരു കാര്യത്തിന് വേണ്ടി ഇതാ ഈ ഉള്ളവൻ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് സ്വയം തീരുമാനിക്കാൻ കഴിയണം. അത് സത്യപഥമാണ്. ഗുരുക്കന്മാർ പ്രണവത്തെ പ്രത്യക്ഷമാക്കിയവരാണ്. പ്രണവമുണർന്നവർ എന്ന് പറയുമ്പോൾ പ്രണവനാദം സദാസമയവും അകമേ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാർ എല്ലാത്തിനും മേലെയാണ്.
സർവശ്രുതി ശിരോരത്ന, സമുദ്ഭാസിതമൂർത്തയെ വേദാന്താംബുജ സൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രൗതമായ സത്യം ഉപനിഷത്തുകളെ പോലെ ഭഗവത്ഗീതയെ പോലെയുള്ളതായ ശ്രൗതലക്ഷണമുള്ളതായ പ്രമാണശാസ്ത്രങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളതായ അറിവ് ശിരോരത്നമായി ഇരിക്കുന്നവർ, അവരുടെ ശിരസിന് രത്നമായിരിക്കുന്നതാണ്. അവരാലാണ് ഈ ശ്രൗതമായ അറിവ് ഭാസിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏതൊരു ഉപനിഷത്താണോ ഒരു ഋഷി രചിച്ചിരിക്കുന്നത്, ആ ഋഷിയാൽ ഭാസിതമാണ് ആ ഉപനിഷത്ത് ദർശനം. എങ്ങനെയാണോ താമരപ്പൂക്കൾ സൂര്യൻ ഉദിക്കുമ്പോൾ വിടർന്നു വരുന്നത്, അതുപോലെയാണ് ഗുരുക്കന്മാരെ കൊണ്ട് ഉപനിഷത്ത് ദർശനം വിരിഞ്ഞു വരുന്നത് സൂര്യൻ ഉദിക്കുമ്പോൾ താമരപ്പൂക്കൾ വിടർന്നു വരുന്നത് പോലെയാണ്. അതുകൊണ്ട് ഗുരുക്കന്മാർക്ക് ഈ പ്രമാണശാസ്ത്രങ്ങളൊന്നും തന്നെ പ്രമാണമല്ല. എന്നാൽ പ്രമാണശാസ്ത്രങ്ങൾക്ക് ഗുരുക്കന്മാർ പ്രമാണമാണ്. ഏതൊരു ഉപനിഷത്തിനും പ്രമാണമായിരിക്കുന്നത് ഗുരുവാണ്. ആ ഗുരു പൂർണ്ണപ്രജ്ഞനാണ്. ആ ഗുരുവിന് വേറൊരു പ്രമാണം ആവശ്യമില്ല. ഗുരു തന്നെയാണ് പ്രാമാണികൻ. പ്രമേയുള്ളവനാണ് പ്രമാണി. അങ്ങനെയുള്ള ഗുരു പ്രണവമുണർന്നവനാണ്. അവർ മൗനമായി ജീവിക്കുന്നു. മൗനം പ്രണവത്തിൻ്റെ സ്വരൂപലക്ഷണമാണ്. അകാര ഉകാര മകാരങ്ങൾ തുരീയാവസ്ഥയെ പ്രാപിച്ച് എല്ലാ ഭാവങ്ങൾക്കും അതീതമായിട്ടുള്ളതായ മൗനത്തിൽ ലയിച്ച് ഇരിക്കുന്നു. മൗനഘനാമൃതാബ്ദിയാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ സേവിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ കഴിയും. അതിന് മറ്റ് യാതൊരു അറിവും വേണമെന്നില്ല. ഒരു യോഗ്യതയെ വേണ്ടു. എന്താണ്? അത് ശ്രദ്ധയാണ്. ഗുരുക്കന്മാരുടെ വാക്കുകളിലുള്ള വിശ്വാസം, ഗുരുവിനോടുള്ള വിശ്വാസമാണത്. കാരണം ഗുരുവും വാക്കും രണ്ടല്ലല്ലോ. ഒരു ഗുരുക്കന്മാരുടെയും വാക്കുകൾ വീൺവാക്കുകളല്ല. അവരുടെ വാക്കുകൾ ആത്മസംബന്ധിയാണ്. ആ വാക്കുകളെല്ലാം ചെന്ന് അവസാനം വിലയം പ്രാപിക്കുന്നത് മൗനത്തിലാണ്. അങ്ങനെയുള്ളതായ ഒരു ജീവിതം ആണ് ആധ്യാത്മിക സന്ദേശമായിട്ടുള്ളത്. അതിലുപരി ഒരു ദർശനം ഇതിനകത്തില്ല. ഓം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ
സർവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.